ആരോഗ്യപരമായുള്ള എല്ലാ സംശയങ്ങൾക്കും വിവരങ്ങൾക്കും ഡ്രഗ്സ് മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക. ഹായ് എവരിവൺ, വെൽക്കം ടു ഡ്രഗ് മീഡിയ. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളത് എന്താണ് ശരിയായുള്ള ഉദാഹരണം എന്നുള്ളത് മാത്രമാണ്. സോ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈംഗിക ഉദാഹരണക്കുറവ് ഉണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് എന്താണ് ശരിയായ ഉദാഹരണം എന്ന് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കണം. കാരണം ഇത് പലവർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. പുരുഷന് എല്ലായ്പ്പോഴും ശരിയായ ഉദാഹരണം ഉണ്ടാവണമെന്നില്ല എന്നതാണ് ഒരു വാസ്തവം. മാനസിക പിരിമുറുക്കമുള്ള സമയത്ത് ശരിയായ ഉദാഹരണം ലഭിക്കണമെന്നില്ല. എന്നാൽ പലപ്പോഴും ഇത് ഉദാഹരണക്കുറവായി തെറ്റിദ്ധരിക്കപ്പെടുകയും മാനസികപരമായി പുരുഷൻ തളരുകയും ചെയ്യുക ഒരു പതിവായിട്ടുള്ളൊരു കാര്യമാണ്. ലൈംഗിക വികാരം ഉണ്ടാകുമ്പോൾ ലിംഗത്തിലെ മസിലുകൾക്ക് ഒരു റിലാക്സേഷൻ സംഭവിക്കുകയാണ് ഉണ്ടാകുന്നത്. ലിംഗത്തിനകത്തുള്ള ഈ കോർപ്പസോ കവർണോസ എന്നൊരു ഭാഗത്ത് രക്തധമനികളിലേക്ക് കൂടുതൽ രക്തം ഒഴുകി നിറയുകയും ഞരമ്പിലൂടെ രക്തം തിരിച്ചൊഴുകുന്നത് തടസ്സപ്പെടുകയും ചെയ്യുന്നതാണ് ഈ പ്രക്രിയ. അപ്പോഴാണ് സാധാരണമായിട്ട് ഉദ്ധാരണം സംഭവിക്കുന്നത്. തലച്ചോറും ഹോർമോൺ, നമ്മുടെ ബ്രെയിനും ഹോർമോണും നാഡീവ്യൂഹവും ലിംഗവുമൊക്കെ ചേർന്നുള്ള ഒരു സങ്കീർണമായ ഒരു പ്രവർത്തനമാണ് ഈ ലിംഗ ഉദ്ധാരണത്തിന് സഹായകരമാകുന്നത്. ഇത്രയും ഘടകങ്ങൾ ഒരുമിച്ച് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ കറക്റ്റായിട്ടുള്ളൊരു ഉദാഹരണം സാധ്യമാവുകയുള്ളൂ. അതിനാൽ ഈ ഘടകങ്ങളുടെ പ്രവർത്തനത്തിൽ എവിടെയെങ്കിലും ചെറിയ രീതിയിലൊരു പാളിച്ച സംഭവിച്ചാൽ ഉദാഹരണക്കുറവ് തീർച്ചയായിട്ടും അനുഭവപ്പെടാം. ഇതാണ് യഥാർത്ഥത്തിൽ എന്താണ് ഉദാഹരണം അല്ലെങ്കിൽ ശരിയായ ഉദാഹരണം എന്താണെന്നുള്ളത് വ്യക്തമാക്കുന്നത്.